നമസ്കാരം. MCV ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കോടിയേരിയെ പോലെ കൊലപ്പുള്ളിയല്ല നരേന്ദ്രമോദിയെന്ന് ശോഭ സുരേന്ദ്രൻ. മാള ടൗൺ വികസനം ചുവപ്പ് നാടയിൽ. പുത്തഞ്ചിറ പഴയ പോലീസ് എയ്ഡ് പോസ്റ്റിന് ഇനി പുതിയ മുഖം. നാടെങ്ങും കള്ളന്മാർ, കൊടുങ്ങല്ലൂരിന്റെ രാത്രിക്ക് ഉറക്കമില്ല. ചട്ടം പാലിക്കാതെ നിർമ്മിച്ച കെട്ടിടം പൊളിച്ചു നീക്കുവാൻ ഉത്തരവായി. വാർത്തകൾ വിശദമായി. കോടിയേരിയെ പോലെ കൊലപ്പുള്ളിയല്ല നരേന്ദ്രമോദിയെന്ന് ശോഭ സുരേന്ദ്രൻ. ഇന്ത്യയുടെ പ്രധാനമന്ത്രി കോടിയേരി ബാലകൃഷ്ണനെ പോലെ കൊലപ്പുള്ളിയല്ല. കരിമ്പിൽ സതീശനെ കൊലപ്പെടുത്തിയ കേസിലെ ക്രിമിനലാണ് കോടിയേരി ബാലകൃഷ്ണൻ. കരിമ്പിൽ സതീശനെ കൊലപ്പെടുത്തിയ കേസിലെ ഒന്നാം പ്രതിയാണ് കോടിയേരി ബാലകൃഷ്ണൻ. TP ചന്ദ്രശേഖരനെ 51 വെട്ടുവെട്ടി കൊല്ലാൻ തീരുമാനിച്ച കൊട്ടേഷൻ സംഘത്തിലെ നേതാവാണ് ശ്രീമാൻ കോടിയേരി ബാലകൃഷ്ണൻ. ആ കോടിയേരി ബാലകൃഷ്ണൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ജനാധിപത്യപരമായി ജനകീയ വിചാരണ നടത്താൻ തീരുമാനമെടുത്ത ഈ ദിവസം ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു, അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരുമ്പോ ദേശീയ പാർട്ടി എന്നുള്ള അംഗീകാരം പോലും ഈ കോടിയേരി ബാലകൃഷ്ണന്റെ CPM-ന് ഇന്ത്യയിൽ ഉണ്ടാകില്ല എന്നതിന്റെ സൂചനയാണ് പ്രിയപ്പെട്ടവരെ വരാൻ പോകുന്ന നാളുകളിൽ നമുക്ക് കാണാൻ പോകുന്നത്. കോടിയേരിക്ക് വലിയ ധാരണയാണ് CPM-ന്. നിങ്ങൾ വലിയൊരു പാർട്ടിയാണ് എന്നാണ് നിങ്ങളുടെ അഹങ്കാരം. എവിടെയാ ഉള്ളത്? മലപ്പുറം ജില്ലയുടെ വലിപ്പം മാത്രമുള്ള ത്രിപുര, പിന്നെ ഈ കേരളം, വേറെ എവിടെയുമില്ല ഇത് കണ്ടുപിടിക്കാൻ. ഉത്തരാഖണ്ഡിലെ വോട്ട് 220. നിങ്ങൾക്ക് പഞ്ചാബിൽ വോട്ടുണ്ടോ? നിങ്ങൾക്ക് നടക്കാൻ പോകുന്ന 5 സംസ്ഥാനങ്ങളിലേക്ക് നടക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ ആകെ മാർക്സിസ്റ്റുകാരന്റെ കയ്യിലുള്ള വോട്ട് 22,322 വോട്ടാണ്. ആ വോട്ടുമായിട്ടാണ് 5 സംസ്ഥാനങ്ങളിൽ നിങ്ങൾ നിൽക്കുന്നത്. ഇന്ത്യയിൽ ഞങ്ങളുടെ പാർട്ടി ലോകത്തെ നമ്പർ 1 പാർട്ടി, 11 കോടി മെമ്പർഷിപ്പ് ഉള്ള അംഗസംഖ്യയുള്ള പാർട്ടിയാണ് BJP. കോടിയേരി മനസ്സിലാക്കണം, ഞങ്ങളുടെ പാർട്ടി 27 സംസ്ഥാനങ്ങളിൽ നിന്ന് ജനപ്രതിനിധികളെ സൃഷ്ടിച്ചിട്ടുള്ള പാർട്ടിയാണ് ഞങ്ങളുടെ പാർട്ടി. കോടിയേരി, അങ്ങയുടെ പാർട്ടിക്ക് കപ്പലണ്ടി മുട്ടായി വാങ്ങി പാർലമെന്റിനകത്ത് പോയിരുന്ന കഴിക്കാൻ 5 എണ്ണമാണ് ആകെ ജയിച്ചിട്ടുള്ളത് ഈ കേരളത്തിൽ നിന്ന്. ഇന്ത്യയിൽ ആകെ നിങ്ങൾ 9 പേരാ. ഞങ്ങൾ താമര ചിഹ്നത്തിൽ ജയിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി ജനകീയ നായകൻ ശ്രീമാൻ നരേന്ദ്രമോദിയുടെ കൂടെ 282 പാർലമെന്റേറിയന്മാരെ സൃഷ്ടിച്ച പാർട്ടിയാണ് ഇന്ത്യയുടെ ഭാരതീയ ജനതാ പാർട്ടി. ഞങ്ങൾ മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഹരിയാന, ഛത്തീസ്ഗഡ് ഉൾപ്പെടെയുള്ള മഹാരാഷ്ട്ര പോലുള്ള വലിയ വലിയ സംസ്ഥാനങ്ങൾ, 14 സംസ്ഥാനങ്ങളിൽ ഞങ്ങൾക്ക് മുഖ്യമന്ത്രിമാരുണ്ട് എന്ന് ശ്രീമാൻ കോടിയേരി ബാലകൃഷ്ണൻ മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഞങ്ങളുടെ ഈ യാത്ര അക്രമ രാഷ്ട്രീയത്തിനെതിരായ യാത്രയാണ്. ഞങ്ങളുടെ യാത്ര BJP-യുടെ യാത്ര, അക്രമ രാഷ്ട്രീയത്തിന് എതിരായിട്ടുള്ള യാത്ര, റേഷൻ തരൂ പിണറായി വിജയ എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള യാത്ര. കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിങ്ങളുടെ പാർട്ടിക്കാര് പാടത്തുണ്ടാക്കിയ അരിയല്ല ഞങ്ങൾ ചോദിക്കുന്നത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെ ജനങ്ങൾക്ക് കൊടുക്കാൻ 3 മാസത്തേക്ക് കൊടുത്ത അരിയുണ്ടല്ലോ. ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ജനകീയ വിചാരണ ചെയ്യുമെന്നാണ് കോടിയേരി ബാലകൃഷ്ണൻ പറയുന്നത്. എന്നാൽ പ്രധാനമന്ത്രി കോടിയേരിയെ പോലെ കൊലപ്പുള്ളിയല്ലെന്ന് ശോഭ സുരേന്ദ്രൻ പറഞ്ഞു. ശോഭ സുരേന്ദ്രൻ നയിക്കുന്ന പ്രചാരണ ജാഥയ്ക്ക് അഷ്ടമിച്ചിറയിൽ വെച്ച് നടന്ന സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. MG പ്രശാന്ത് ലാൽ അധ്യക്ഷനായ യോഗത്തിൽ M നാഗേഷ്, ഷാജുമോൻ വട്ടേക്കാട്, ജോർജ് കുര്യൻ, രാധാകൃഷ്ണൻ, നാരായണൻ തിരുമേനി തുടങ്ങിയവർ പങ്കെടുത്തു. മാള ടൗൺ വികസനം ചുവപ്പ് നാടയിൽ. മാള ടൗൺ വികസനവുമായി ബന്ധപ്പെട്ട് കെട്ടിടങ്ങൾ പൊളിക്കുന്നത് വൈകുന്നതിനെതിരെ പ്രതിഷേധം ശക്തമാവുന്നു. കെട്ടിടങ്ങൾ പലതും ഭാഗികമായി പൊളിച്ച നിലയിലാണ്. ചിലത് ഇനിയും പണി തുടങ്ങിയിട്ടില്ല. കഴിഞ്ഞ UDF ഭരണകാലത്ത് മാള ടൗൺ സൗന്ദര്യവൽക്കരണത്തിനായി 1,20,00,000 രൂപ അനുവദിച്ചിരുന്നു. കാന നിർമ്മാണം, ഫുട്പാത്ത് നിർമ്മാണം, ഇലക്ട്രിക് പോസ്റ്റുകൾ മാറ്റി സ്ഥാപിക്കൽ തുടങ്ങിയ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായാണ് തുക അനുവദിച്ചത്. എന്നാൽ ഇതുവരെ തുടർ നടപടികളൊന്നും നടന്നിട്ടില്ല. ജനുവരി 1-ന് പണി തുടങ്ങുമെന്ന് പ്രഖ്യാപിച്ച മാള വലിയ പറമ്പ് റോഡ് എഗ്രിമെന്റ് നടന്നെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇനിയും ആരംഭിച്ചിട്ടില്ല. ലെവൽസ് റിപ്പോർട്ട് എടുക്കുന്ന ജോലികൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നും സാങ്ഷൻ ലഭിച്ചാലാണ് തുടർ പ്രവർത്തനങ്ങൾ സാധ്യമാവുക എന്നുമാണ് അധികൃതരുടെ വാദം. വികസന പ്രവർത്തനങ്ങൾക്ക് വിലങ്ങുതടിയാകുന്ന ഇത്തരം പ്രവണതകൾക്ക് ഉടൻ പരിഹാരം കാണണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, മാള കേബിൾ വിഷൻ. പുത്തഞ്ചിറ പഴയ പോലീസ് എയ്ഡ് പോസ്റ്റിന് ഇനി പുതിയ മുഖം. പഴമ നിലനിർത്തി പുതുമ കൊണ്ടുവരാൻ പുത്തഞ്ചിറ പഞ്ചായത്ത് ഒരുങ്ങുന്നു. 2 നൂറ്റാണ്ടിലധികം പഴക്കമുള്ള കരിങ്ങച്ചിറ പോലീസ് എയ്ഡ് പോസ്റ്റാണ് പഞ്ചായത്ത് നവീകരിക്കുന്നത്. നവീകരണ പ്രവർത്തനങ്ങൾക്കായി 2 ലക്ഷം രൂപ അനുവദിച്ചതായി ഗ്രാമപഞ്ചായത്ത് അംഗവും വികസനകാര്യ സ്ഥിരം സമിതി ചെയർമാനുമായ PI നിസാർ പറഞ്ഞു.
പുതുനഗര പഞ്ചായത്തിൻ്റെ ഓൺ ഫണ്ടിൽ നിന്നും 2 ലക്ഷം രൂപ പാസ്സാക്കിക്കൊണ്ടാണ് ഇതിൻ്റെ ഈ പുരാവസ്തു വേണ്ടിയിട്ടുള്ള ഫണ്ട് പാസ്സാക്കിയിട്ടാണ് ഇത് പണിയുന്നത്. ഒരു 150 വർഷത്തിന് മുമ്പ് പഴക്കമുള്ള ഒരു പഴയ പുരാതനമായ ജയിലാണ് ഈ കാണുന്നത്. ഇതിനനുബന്ധിച്ച് ഒരുപാട് വസ്തുക്കളുണ്ടായിരുന്നു, പക്ഷേ ഒരുപാട് നശിച്ചു പോയി. അവസാനമായി ഇപ്പോൾ ഒരു അഞ്ചൽപ്പെട്ടിയാണ്, ഒരു അഞ്ചൽപ്പെട്ടിയുടെ വാങ്ങിയിരിക്കുന്നത്. ആ അഞ്ചൽപ്പെട്ടിയെ ഇവിടുന്ന് എടുത്തുമാറ്റാൻ പുരാവസ്തു ഗവേഷകർ ശ്രമിച്ചതാണ്. പക്ഷേ പഞ്ചായത്ത് ഞങ്ങൾ സമ്മതിച്ചില്ല. കാരണം ഒരു പുരാവസ്തുവിൻ്റെ കേന്ദ്രം ഇവിടെ ഉള്ളത്, അത് സ്ഥാപനം നിലനിൽക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ അത് ഞങ്ങൾ എടുക്കാൻ സമ്മതിച്ചില്ല. തീർച്ചയായിട്ടും ഈ 2 ലക്ഷം രൂപ ചെയ്യുന്നത് ഇതിൻ്റെ ഇപ്പോൾ കാണുന്ന മേലെ പുതിയ പട്ടിക വെച്ച് ഓടുകൾ സ്ഥാപിച്ച് അതിൻ്റെ പുതുമ നിലനിർത്തിക്കൊണ്ട് അത് എങ്ങനെയാണോ ഇത് നിലനിർന്നത് അതേപോലെ നിലനിർത്തിക്കൊണ്ട് ഇതിൻ്റെ മെയിൻ്റനൻസ് വർക്കാണ്. പുതിയ സിമെൻറ്റ് തേച്ചു, പെയിൻ്റ് അടിച്ച് വളരെ നല്ല രീതിയിൽ അത് നിലനിർത്താനാണ് ഇപ്പോൾ ഫണ്ട് വച്ചിരിക്കുന്നത്. കൂടാതെ തന്നെ MLA യോട് സംസാരിച്ചു. MLA ഒരു പുതിയ പ്ലാൻ പറഞ്ഞുകൊണ്ടിരുന്ന് ഒരു നല്ലൊരു രീതിയിൽ ഇതിനെ നമ്മൾ കെട്ടി സംരക്ഷിക്കണം. കാരണം ഇത് കെട്ടി സംരക്ഷിച്ചില്ല, അങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ അത് കെട്ടി സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഫണ്ടും അതേപോലെ തന്നെ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാനും നമ്മുടെ MLA പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും വലിയൊരു പദ്ധതിക്ക് MLA രൂപം കൊടുക്കും എന്നുള്ള ഒരു സന്തോഷ വാർത്തയും എനിക്കുണ്ട്. കാരണം 2-3 പ്രാവശ്യമായിട്ട് MLA വന്ന് നോക്കിയിരുന്നു, കണ്ടിരുന്നു, ഞങ്ങൾ സംസാരിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് മനസ്സിൽ നല്ലൊരു പ്ലാനുണ്ട് എന്നുള്ളതാണ് എനിക്ക് അറിവുള്ളത്. തീർച്ചയായിട്ടും നല്ല രീതിയിൽ ഇപ്പോൾ ഈ 2 ലക്ഷം രൂപ വലിയ കാര്യങ്ങൾക്ക് ചിലവായില്ലെങ്കിലും തീർച്ചയായിട്ടും ഈ പൊട്ടിപ്പൊളിഞ്ഞതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യാനുള്ള സംവിധാനം ആ എമൗണ്ടിന് തികയും എന്നുള്ളതാണ് ഒരു കാര്യമുള്ളത്. കൂടുതൽ ഫണ്ട് ലഭിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അതിർത്തി നിർണ്ണയിച്ച് മതിൽ കെട്ടി സംരക്ഷിക്കാനുള്ള നടപടികളും സ്വീകരിക്കുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. കെട്ടിടത്തിൻ്റെ അവസ്ഥ പലതവണ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതോടെയാണ് പഞ്ചായത്ത് മുൻകൈയെടുത്ത് ഫണ്ട് അനുവദിച്ചത്. ചട്ടം പാലിക്കാതെ നിർമ്മിച്ച കെട്ടിടം പൊളിച്ചു നീക്കുവാൻ ഉത്തരവായി. അന്നമനട ഗ്രാമപഞ്ചായത്തിൽ കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ പാലിക്കാതെ നിർമ്മിച്ച കെട്ടിടം പൊളിച്ചു നീക്കുവാൻ പഞ്ചായത്ത് ഉത്തരവിട്ടു. മാംസ് ഫുഡ് കോർട്ട് എന്ന സ്ഥാപനത്തിൽ മുൻവശത്തായി നിർമ്മിച്ചിട്ടുള്ള അടുക്കള ഭാഗമാണ് 7 ദിവസത്തിനുള്ളിൽ പൊളിച്ചു മാറ്റുവാൻ ഉത്തരവായതെന്ന് പഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചു. സാന്റ മരിയ ജസ്റ്റിസ് ഫോറം സെക്രട്ടറി ബാബു ജോസഫ് പുത്തനങ്ങാടി നൽകിയ പരാതിയിലാണ് ഉത്തരവായത്. ക്യാൻസർ രോഗബാധിതനായ വിദ്യാർത്ഥി സുമനസ്സുകളുടെ സഹായം തേടുന്നു. എറിയാട് പഞ്ചായത്തിലെ 9ാം വാർഡിൽ കളപ്പുരയ്ക്കൽ രാജുവിന്റെ മകനും മേത്തല ബാലാനുബോധിനി UP സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥിയുമായ നവീൻ കൃഷ്ണ 2 വർഷമായി മജ്ജയെ ബാധിച്ച ക്യാൻസർ രോഗത്തിന് തിരുവനന്തപുരം RCCയിൽ ചികിത്സയിലാണ്. മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത്. കൂലിപ്പണിക്കാരനായ രാജുവിനും കുടുംബത്തിനും മകന്റെ ചികിത്സയ്ക്കായി സുമനസ്സുകളുടെ സഹായമാണ് ഇനി ഏക പ്രതീക്ഷ. 7 വയസ്സ് മാത്രം പ്രായമായ ഈ കുരുന്നിന്റെ ചികിത്സയ്ക്കായി നൽകുന്ന ഓരോ രൂപയ്ക്കും ഒരു ജീവന്റെ വിലയുണ്ട്. സഹായിക്കുവാൻ സുമനസ്സുള്ളവർ ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് കൊടുങ്ങല്ലൂർ ശാഖയിലെ 1934010000059556 എന്ന അക്കൗണ്ട് നമ്പറിൽ സഹായധനം നിക്ഷേപിക്കുവാൻ അപേക്ഷിക്കുന്നു. ന്യൂസ് ഡെസ്ക് മാള കേബിൾ വിഷൻ. ഐരാണിക്കുളം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവാതിര മഹോത്സവം ആറാട്ടോടെ സമാപിച്ചു. രാവിലെ കൊടിയിറക്കത്തിന് ശേഷം ആറാട്ട്, പഞ്ചവാദ്യം, തുടർന്ന് ഓട്ടംതുള്ളൽ, തിരുവാതിര സദ്യ എന്നിവ നടന്നു. ഇന്നലെ കൊച്ചില്ലാത്ത എൻ്റെ കുറവുണ്ടായത് കളിക്കടാ പിന്നെ മതി.
ഞങ്ങളുടെ എന്താ പറയണ്ടാവില്ല. അഷ്ടമിച്ചിറ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവാതിര വിളക്കാഘോഷം നടന്നു. വൈകിട്ട് കാഴ്ചശിവേലി, തുടർന്ന് ശ്രീ ഊരകം ഉണ്ണിമാരാർ ആൻഡ് പാർട്ടി നയിച്ച പാഞ്ചാരിമേളം, തുടർന്ന് ദീപാരാധന, കൊച്ചിൻ ദേവസ്വം ബോർഡ് പുതിയ ഭാരവാഹികൾക്ക് സ്വീകരണം, തായമ്പക, പ്രസാദ ഊട്ട്, തിരുവാതിരക്കളി, വിളക്കിനെഴുന്നള്ളിപ്പ്, പാതിരാപ്പൂച്ചൂടൽ എന്നിവ നടക്കും. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ ഇതിഹാസവും പ്രഥമ ഗണനീയനുമായ ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ 51ാം ചരമദിനം രാജ്യം അനുസ്മരിക്കുന്നു. ഭാരത നവോത്ഥാനത്തിന്റെ നഭോമണ്ഡലത്തിൽ നിറസാന്നിധ്യമായി സാത്വിക തേജസ്സറിയിച്ച മഹത് വ്യക്തിത്വമായിരുന്നു ലാൽ ബഹദൂർ ശാസ്ത്രി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ ഇതിഹാസവും പ്രഥമ ഗണനീയനുമായ ആ രാഷ്ട്രശ്രേഷ്ഠാചാര്യന്റെ 51ാം ചരമവാർഷികം കടന്നുപോകുന്നു. ലാൽ ബഹദൂർ ശാസ്ത്രി പ്രസിദ്ധനായ ഗാന്ധി ശിഷ്യനായിരുന്നു. മാനവ ജനതയുടെ മാർഗദർശിയുമായിരുന്നു. ഉത്തർപ്രദേശിലെ വാരണാസിക്കടുത്ത് മുഗൾസരായിലെ ഒരു കായസ്ഥ കുടുംബത്തിൽ ശാരദാ പ്രസാദിന്റെയും റാമുലാരി ദേവിയുടെയും മകനായി 1904 ഒക്ടോബർ 2-നാണ് ലാൽ ബഹദൂർ ശാസ്ത്രി ഭൂജാതനായത്.
അദ്ദേഹം ഗുരുനാനാക്കിന്റെ തത്വങ്ങളും രചനകളും വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു. സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ രാഷ്ട്രീയ പ്രചരണങ്ങളിലേക്ക് ശാസ്ത്രി ശ്രദ്ധ ചെലുത്തിയിരുന്നു. ബാലഗംഗാധര തിലകനെ ഭക്തിപൂർവ്വമാണ് അദ്ദേഹം നോക്കിക്കണ്ടത്. വാരണാസിയിൽ ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ ചടങ്ങിന് 1915 മഹാത്മാഗാന്ധി നടത്തിയ പ്രഭാഷണത്തിൽ ആകൃഷ്ടനായ ശാസ്ത്രി തന്റെ ജീവിതം രാജ്യത്തിനായി സമർപ്പിക്കുവാൻ ദൃഢനിശ്ചയം ചെയ്തു. കാശി വിദ്യാപീഠത്തിൽ നിന്നും 1926 തത്വശാസ്ത്രത്തിൽ ബിരുദമെടുത്തതിനു ശേഷമാണ് ശാസ്ത്രി എന്ന പേരിൽ അറിയപ്പെട്ടത്. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ഇന്ത്യ നേരിട്ട ഏറ്റവും വലിയ ഭീഷണി പാകിസ്ഥാന്റെ ആക്രമണമായിരുന്നു. കച്ച് ഉപദ്വീപിന്റെ പകുതി ഭാഗം വിട്ടുകൊടുക്കണമെന്ന വെല്ലുവിളിയുമായി പാകിസ്ഥാൻ 1965 ഇന്ത്യൻ സേനയുമായി ഏറ്റുമുട്ടി. ഐക്യരാഷ്ട്രസഭയുടെ വെടിനിർത്തൽ നിർദ്ദേശത്തിന് ക്രിയാത്മക സമീപനമാണ് ശാസ്ത്രിയിൽ നിന്നും ലഭിച്ചത്. അദ്ദേഹത്തിന്റെ ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം ഈ യുദ്ധത്തിലാണ് ആദ്യമായി മുഴങ്ങിയത്. യുദ്ധാനന്തരം സോവിയറ്റ് നേതാവ് കൊസിഗിന്നിന്റെ ശ്രമഫലമായി ഇന്ത്യൻ പ്രധാനമന്ത്രിയും പാകിസ്ഥാൻ പ്രസിഡന്റ് മുഹമ്മദ് അയ്യൂബ് ഖാനും താഷ്കന്റ് കരാറിൽ ഒപ്പുവച്ചു. ഒരു കൊച്ചുകുരുവിയുടെ അവസാനത്തെ വിജയമെന്ന് ഈ പ്രഖ്യാപനം വിശേഷിപ്പിക്കപ്പെട്ടു. ഭാരതത്തിന്റെ നിർഭാഗ്യമെന്ന് തന്നെ പറയാം. ആ കരാറിൽ ഒപ്പുവെച്ച 9 മണിക്കൂറിന് ശേഷം അദ്ദേഹം ഹൃദ്രോഗം മൂലം അന്തരിച്ചു. താഷ്കന്റിൽ നിന്നും തിരിച്ചു വരുന്ന നേതാവിന് വീരോചിതമായ സ്വീകരണമൊരുക്കി കാത്തുനിന്ന ഇന്ത്യക്കാർ മരണവൃത്താന്തം കേട്ട് തീരാ ദുഃഖത്തിൽ അമർന്നു. അധികാരത്തിലിരിക്കുമ്പോൾ വിദേശത്ത് വെച്ച് മരണമടഞ്ഞ ഒരേ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. അദ്ദേഹത്തെ രാഷ്ട്രം മരണാനന്തരം ഭാരതരത്നം നൽകി ആദരിച്ചു. ന്യൂസ് ഡെസ്ക് മാള കേബിൾ വിഷൻ. മാള ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഭൂമിയില്ലാത്തവർക്ക് ഭൂമി, രോഗികളായ കുട്ടികളുടെ 1 വർഷത്തെ ചികിത്സാ ചിലവ് വഹിക്കുന്ന ആയുഷ് എന്നീ പദ്ധതികൾക്ക് തുടക്കമായി. ലയൺസ് ക്ലബ് ജില്ലാ സെക്രട്ടറി VP നന്ദകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. എല്ലാ തലത്തിലും ആവശ്യമുള്ള കാര്യമാണ്. അത് ബിസിനസ് ആവട്ടെ, രാഷ്ട്രീയമാവട്ടെ, കുടുംബമാവട്ടെ, എല്ലായിടത്തും. ഇത് നേരത്തെയൊക്കെ ഒരു ലീഡർഷിപ്പ് അക്കാഡമിയിലൂടെ ഒരു ദിവസത്തെ ഒരു പ്രോഗ്രാമിന് പകരം ഇന്ന് സോണൽ ലെവലിൽ പോലും ലീഡർഷിപ്പ് പ്രോഗ്രാംസ് നടക്കുകയാണ്. ലയൺസ് സാജു പാത്താടിൻ്റെ നേതൃത്വത്തിൽ സോണാലിസം എന്ന പേരിൽ ഓരോ സോൺ ലെവലിലും നമുക്ക് ലീഡർഷിപ്പ് പ്രോഗ്രാംസ് നടത്തിയെടുക്കാനായിട്ട് കഴിഞ്ഞു. ഇത് നടക്കുന്ന ഒട്ടനേകം പരിപാടികളിൽ ചിലത് മാത്രമാണ്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം, തൃശ്ശൂർ മെയിൻ ക്ലബ് 5ഓളം പ്രോഗ്രാം ഉണ്ടാക്കുകയും ആ പ്രോഗ്രാം കഴിഞ്ഞ ദിവസം ഡിസ്ട്രിക്ട് ഗവർണർ വിസിറ്റ്. ഇന്ന് സാധാരണ അത് വിട്ട് ഓരോ ലയണിസത്തിൽ കൂടി കർമ്മനിരതരാണ്. ഈ ലയണിസത്തിൽ കൂടി കർമ്മനിരതരാണ് കുടുംബമോ അല്ലെങ്കിൽ അവരുടെ തൊഴിലിനെയോ ഒരിക്കലും കോംപ്രമൈസ് ചെയ്തിട്ടില്ല. എല്ലാവരും തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ലയൺസ് പ്രസ്ഥാനത്തിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്നു. അടുത്ത 29-ാം തീയതി ഒരു മെഗാ ഇൻഡക്ഷൻ പാലക്കാട് വെച്ച് നടക്കുകയാണ്. വരാൻ പോകുന്ന ലോകത്തിലെ ആദ്യത്തെ ഇന്റർനാഷണൽ പ്രസിഡന്റ് ആവാൻ പോകുന്ന അടുത്തതിൻ്റെ പിന്നത്തെ വർഷം ലയൺ ഗുഡ്രൻ അവരാണ് അത് പ്രോഗ്രാമിന് വരുന്നത്. ആ പ്രോഗ്രാമിൽ വെച്ച് 500ഓളം പുതിയ മെമ്പർമാരെ പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ നിന്ന് മാത്രം കൊണ്ടുവരാനായിട്ട് ലയൺ രാധിക മെമ്പർ എൻറോൾ ചെയ്യാനായിട്ട് ലയൺ രാധിക ജയകൃഷ്ണനും പാലക്കാട് ഡിസ്ട്രിക്റ്റിന് മുഴുവൻ സ്റ്റീറപ്പ് ചെയ്തിരിക്കുകയാണ്. അന്ന് പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ നിന്നും നിങ്ങളത് കൂടുതൽ ഫർദർ ഇതിൽ കൂടുതൽ പ്രകാശം. താങ്ക് യു. ഇനി കഴിഞ്ഞ വർഷത്തെ
ഭൂമിയുടെ ആധാരം പരിപാടിയിൽ സുഷമ നന്ദകുമാർ, സ്റ്റാനി വർഗീസ്, ലിറ്റി സ്റ്റാനി, പി ടി പാപ്പച്ചൻ, AR രാധാകൃഷ്ണൻ, ജോൺ ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് മുതിർന്ന ലയൺസ് ക്ലബ് മെമ്പർമാർ, ഇപ്പോഴത്തെ മെമ്പർമാർ തുടങ്ങിയവരെ ആദരിക്കുന്ന ചടങ്ങ്, ക്രിസ്തുമസ്, ന്യൂ ഇയർ ആഘോഷങ്ങൾ എന്നിവ നടന്നു. നിരോധിച്ച നോട്ടുകൾ മാറ്റി നൽകാമെന്ന് പറഞ്ഞ് വ്യവസായിയെയും മകനെയും ബന്ധിയാക്കിയ കേസിൽ മുഴുവൻ പേർക്കെതിരെയും നടപടി സ്വീകരിക്കണമെന്ന് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊടുങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു. കേസിലെ BJP നേതൃത്വത്തിന്റെ പങ്കുകൂടി പോലീസ് അന്വേഷിക്കണം. കേന്ദ്രഭരണത്തിൽ സമ്മർദ്ദം ചെലുത്തി ആദായ നികുതി വകുപ്പിനെ നിർവീര്യമാക്കുകയാണ് BJP ചെയ്യുന്നതെന്നും മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി TM ബാബു പറഞ്ഞു. MG സർവകലാശാലയിൽ നിന്നും M.Com പരീക്ഷയിൽ 2ാം റാങ്ക് പുത്തഞ്ചിറയ്ക്ക്. പുത്തഞ്ചിറ വെള്ളൂർ സ്വദേശി മേക്കാട്ടുകാട്ടിൽ സുകുമാരൻ മിനി ദമ്പതികളുടെ മകൾ അഞ്ജലിയാണ് നാടിന് അഭിമാനമായി ഉന്നത വിജയം കരസ്ഥമാക്കിയത്. ഇരിങ്ങാലക്കുട സ്റ്റുഡൻസ് PG സെന്റർ വിദ്യാർത്ഥിനിയാണ് അഞ്ജലി. മേലടൂർ കളരി ശ്രീ വീരഭദ്രസ്വാമി ഭദ്രകാളി ക്ഷേത്രത്തിലെ കളരി പൂജ മഹോത്സവത്തിന് തുടക്കമായി. വൈകിട്ട് ദുർഗാദേവിക്ക് കളം, ദീപാരാധന എന്നിവ നടക്കും. ജനുവരി 10 മുതൽ 4 ദിവസങ്ങളിലായി നടക്കുന്ന മഹോത്സവം ജനുവരി 13 വെള്ളിയാഴ്ച സമാപിക്കും. മാള പ്ലാവിൻമുറി ഇൻഫന്റ് മേരീസ് ചർച്ച് ദേവാലയത്തിലെ ബാലിക മാതാവിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും തിരുനാളിന് കൊടികയറി. മാള ഫൊറോന വികാരി ഫാദർ പയസ് ചെറുപ്പണത്ത് കൊടികയറ്റം നിർവഹിച്ചു. ഇറങ്ങിന്നോ ഇറങ്ങി ഇങ്ങോട്ട് പോരെ. പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. മേഘങ്ങളെ വാഹനമാക്കി കാറ്റിന്റെ ചിറകുകളിൽ സഞ്ചരിക്കുന്ന ബലവാനായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. അങ്ങയുടെ മഹത്വത്തിനും വിശുദ്ധരുടെ ബഹുമാനത്തിനുമായി ഞങ്ങൾ ഉയർത്തുന്ന ഈ പതാക പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആശീർവദിക്കണമേ. ഈ പതാക വണങ്ങുന്നവർക്കെല്ലാം അങ്ങയുടെ സഹായം ലഭിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
കർത്താവാം മിശിഹാതൻ കാരുണ്യവും താതനാം ദൈവത്തിൻ സംപ്രീതിയും പരിശുദ്ധാത്മാവിൻ സഹവാസവും നമ്മിലുണ്ടാകേണമെന്നുമെന്നും തുടർന്ന് കുർബാന, സന്ദേശം, ലതീഞ്ഞ്, നൊവേന എന്നിവ നടന്നു. ജനുവരി 15-നാണ് ആഘോഷമായ തിരുനാൾ. മേലടൂർ ഉണ്ണിമിശിഹ ദേവാലയത്തിൽ പരിശുദ്ധ അത്ഭുത പ്രേഗുണ്ണിയുടെയും വിശുദ്ധ സെബസ്ത്യാനോസ് സദഹായുടെയും തിരുനാളിന് കൊടികയറി. ഇരിങ്ങാലക്കുട രൂപത വികാരി റവറന്റ് ഫാദർ ലാസർ കുറ്റിക്കാടൻ കൊടികയറ്റം നിർവഹിച്ചു. മേഘങ്ങളെ വാഹനമാക്കി കാറ്റിന്റെ ചിറകുകളിൽ സഞ്ചരിക്കുന്ന ബലവാനായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. അങ്ങയുടെ മഹത്വത്തിനും വിശുദ്ധരുടെ ബഹുമാനത്തിനുമായി ഞങ്ങൾ ഉയർത്തുന്ന ഈ പതാക പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആശീർവദിക്കണമേ. ഈ പതാക വണങ്ങുന്നവർക്കെല്ലാം അങ്ങയുടെ സഹായം ലഭിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. തുടർന്ന് കുർബാന, ലതീഞ്ഞ്, നൊവേന, മതസൗഹാർദ്ദ സ്നേഹവിരുന്ന് എന്നിവ നടന്നു. ജനുവരി 11 ബുധനാഴ്ച മുതൽ 22 ഞായറാഴ്ച വരെയാണ് തിരുനാൾ ആഘോഷങ്ങൾ. ജനുവരി 22-നാണ് 8-ാമിടം. മാള അരവിന്ദൻ അനുസ്മരണ സംഘാടക സമിതി രൂപീകരണം ജനുവരി 13 വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിക്ക് മാള പഞ്ചായത്ത് ഹാളിൽ നടക്കും എന്ന് സംഘാടകർ അറിയിച്ചു. അഡ്വക്കേറ്റ് VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. കോടിയേരിയെപ്പോലെ കൊലപ്പുള്ളിയല്ല നരേന്ദ്രമോദിയെന്ന് ശോഭാ സുരേന്ദ്രൻ. മാള ടൗൺ വികസനം ചുവപ്പ് നാടയിൽ. പുത്തൻചിറ പഴയ പോലീസ് എയ്ഡ് പോസ്റ്റിന് ഇനി പുതിയ മുഖം. നാടെങ്ങും കള്ളന്മാർ, കൊടുങ്ങല്ലൂരിന്റെ രാത്രിക്ക് ഉറക്കമില്ല. ചട്ടം പാലിക്കാതെ നിർമ്മിച്ച കെട്ടിടം പൊളിച്ചു നീക്കുവാൻ ഉത്തരവായി. ഇതോടെ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.